നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 16/6/2025, അതായത് കൊല്ലവർഷം 1200 ആണ്ട്, മിഥുന മാസം 2-ാം തീയതി. എല്ലാവർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ. കൊല്ലവർഷം 1200 ആണ്ട്, മിഥുനമാസം 2-ാം തീയതി, ശകവർഷപ്രകാരം 1947 ജ്യേഷ്ഠമാസം 26-ാം തീയതി തിങ്കളാഴ്ചയും അവിട്ട നക്ഷത്രവും കൃഷ്ണപക്ഷ പഞ്ചമി തിഥിയും വരുന്ന ദിവസം, ഉത്തരായനകാലം, ഗ്രീഷ്മ ഋതുവിൽ, കഴുതക്കരണത്തിൽ, വൈദ്യുതി നിത്യയോഗം വരുന്ന ഈ ദിവസം സൂര്യോദയം വരുന്നത് 6:08 AM-നും സൂര്യാസ്തമനം വരുന്നത് 6:43 PM-നും, രാഹുകാലം 7:42 AM മുതൽ 9:16 AM വരെയും, ഗുളികകാലം 2 PM മുതൽ 3:34 PM വരെയും, യമകണ്ഠകാലം 10:51 AM മുതൽ 12:25 PM വരെയുമാണ്. അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 12:01 PM മുതൽ 12:23 PM വരെയും, 12:27 PM മുതൽ 12:49 PM വരെയും തുടരുന്നു. ചന്ദ്രാഷ്ടമം വരുന്നത് മിഥുനം രാശിക്കാർക്കാണ്. ഈ ദിവസത്തെ ഗ്രഹനില പറയുന്നത്, ഉദയവും സൂര്യനും മിഥുനൻ രാശിയിലാണ്, ചന്ദ്രൻ നിൽക്കുന്നത് മകരൻ രാശിയിൽ, ചൊവ്വ ചിങ്ങൻ രാശിയിൽ കേതുവിനോടൊപ്പം നിൽക്കുന്നു, ബുധനും വ്യാഴവും മിഥുനൻ രാശിയിൽ സൂര്യനോടൊപ്പം തന്നെ നിൽക്കുന്നു, ശുക്രൻ വന്നിട്ട് മേടൻ രാശിയിലും, മന്ദൻ മീനത്തിലും, സർപ്പി കുംഭത്തിലുമാണ് നിൽക്കുന്നത്. ഗുളികോദയം വരുന്നത് ധനുരാശിയിലാണ്. ഈ ദിവസം എന്തെല്ലാം ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ സാധിക്കട്ടെ. 27 നക്ഷത്രക്കാർക്കും ഈ തിങ്കളാഴ്ച ദിവസം, മിഥുനമാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച, അതായത് സോമവാര വ്രതം എടുക്കുന്നവർക്കൊക്കെ വളരെ പ്രാധാന്യം. വിവാഹമാകാത്തവർക്ക് വിവാഹ കാര്യങ്ങൾക്കായി പ്രാർത്ഥന നടത്തുന്നതിന്, ദുർഗാദേവിയുടെ അനുഗ്രഹത്തിന്, ചന്ദ്രൻ 3, 6, 8, 12 നിൽക്കുന്നവരെ, അതുപോലെ തന്നെ ചന്ദ്രദശയുടെ അപഹാരം, വൃശ്ചിക രാശിയിൽ നിൽക്കുന്നവർക്ക് ചന്ദ്രൻ നീചത്തിലാണ്. അപ്പൊ അങ്ങനെയുള്ളവര് ചന്ദ്രാമ്മയെ, അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട്, ദുർഗാദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതിന്, നെടുമാംഗല്യം ലഭിക്കുന്നതിന്, ദീർഘസുമംഗലിയായി ജീവിക്കുന്നതിന്, പ്രണയവിവാഹം, ഇഷ്ടവിവാഹമൊക്കെ നടക്കുന്നതിനൊക്കെ വേണ്ടി ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക, ഉമാമഹേശ്വര പൂജ നടത്തുക, സോമവാര വ്രതമൊക്കെ എടുക്കുന്നതിന് പറ്റിയ ദിവസമായതുകൊണ്ട് അതിന് ആഗ്രഹിക്കുന്നവർ അതാത് പൂജകൾ ചെയ്ത് പ്രാർത്ഥന ചെയ്യുക, സ്വയംവര മന്ത്രം ജപിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. എല്ലാവർക്കും യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ. അമ്മയെ മനസ്സുകൊണ്ട്, അമ്മയെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചു വെച്ചുകൊണ്ട് മാനസപൂജയെങ്കിലും ചെയ്ത് അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിക്കൂ. ദേവീ മഹാത്മ്യത്തിലെ 5ഉം 11ഉം അധ്യായമൊക്കെ വായിച്ച്, എല്ലാവിധ ദുർഗാ സപ്തശതി എന്ന് പറയും, അത് വായിച്ച് എല്ലാവിധ ഐശ്വര്യം വരട്ടെ. പഞ്ചമി ദിവസമായതുകൊണ്ട് തന്നെ വരാഹി അമ്മയ്ക്ക് കൂടി പൂജ ചെയ്യാൻ പറ്റുന്നതാണ്. രാത്രി 8 മണിക്ക് ശേഷമാണ് അമ്മയ്ക്ക് പൂജ ചെയ്യേണ്ടത്. അപ്പോൾ വരാഹി അമ്മയെ പ്രാർത്ഥിക്കുവാനും അതുപോലെ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുവാനുള്ള അവസരം പൂർണ്ണമായും വിനിയോഗിക്കുക. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പരിശ്രമത്തിലൂടെ പല നേട്ടങ്ങളും നേടുവാൻ കഴിയുന്ന സമയമാണ്. തൊഴിൽപരമായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കും. സംഭവബഹുലമായ പരിപാടികളിൽ ഏർപ്പെടും. നഷ്ടങ്ങളൊക്കെ അല്പസ്വല്പമായി നികത്തുവാൻ സാധിക്കും. ചർച്ച, മധ്യസ്ഥത എന്നിവയിൽ വിജയിക്കും. ജോലിയിൽ അംഗീകാരങ്ങൾ ലഭിക്കും. ഭാവിയിൽ ശ്രേയസ് ഉണ്ടാവാനുള്ള ശ്രമങ്ങൾ ചെയ്യും. വീട്ടിൽ മംഗള കർമ്മങ്ങളൊക്കെ നടക്കും. സാമ്പത്തിക ഇടപാടുകൾ വർദ്ധിക്കും. ഭാഗ്യം പല രീതിയിലും തുണയ്ക്കും. സർക്കാർ സഹായങ്ങൾ ലഭിക്കും. കേസുകൾ അനുകൂലമായൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭ പര്യവസാനിയായി തീരും.
ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിച്ച സർക്കാർ സഹായങ്ങൾ ലഭിക്കും. സ്നേഹബന്ധങ്ങൾ സമ്പുഷ്ടമാവും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. സ്വസ്ഥത കൈവരും. പ്രിയജനങ്ങളെ സഹായിക്കുവാനുള്ള ഒരു മനസ്സ് വന്നു ചേരും. വീട്ടുകാര്യങ്ങൾ യഥായോഗ്യം നിറവേറ്റുവാൻ സാധിക്കും. മാതാപിതാക്കളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കും. സാമ്പത്തിക ഉയർച്ച പ്രതീക്ഷിക്കാം. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകും. എടുത്തുചാട്ടവും സാഹസികതയും നിയന്ത്രിക്കും. നഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഒരു അവസരം കൂടി വന്നു ചേരുന്നതാണ്. അത് പൂർണ്ണമായി വിനിയോഗിച്ച് വിജയം നേടുവാൻ ശ്രമിക്കുക. രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിക്കുന്നത് ദേവി മഹാത്മ്യത്തിലെ 5ഉം 11ഉം അധ്യായം പാരായണം ചെയ്യുന്നതൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്ത് ജോലി സ്ഥലത്ത് ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും. സന്താനങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കും. ഉത്സവങ്ങളിലൊക്കെ പങ്കെടുക്കുവാനുള്ള യോഗം കാണുന്നു. അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും. കുടുംബത്തിൽ അരിഷ്ടതകളൊക്കെ വരുവാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. മധ്യസ്ഥത നിൽക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ മനസാക്ഷിക്കനുസരിച്ചുകൊണ്ട് വ്യക്തമായ ഒരു മധ്യസ്ഥത ചെയ്യേണ്ടതാണ്. നീതിയുക്തമായ, മനസാക്ഷിക്ക് വിയോജ്യമായ രീതിയിൽ യാതൊരു കുറ്റബോധവും വരാത്ത രീതിയിൽ സത്യസന്ധമായ മധ്യസ്ഥതയായിരിക്കണം ചെയ്യേണ്ടത്. ദൂരയാത്രകളൊക്കെ നടത്തേണ്ടതായി വന്നു ചേരും. നടത്തേണ്ടതായ സാഹചര്യം വരും. വ്യാപാരത്തിൽ മാറ്റങ്ങളൊക്കെ വരുത്തി വിജയസാധ്യത ഉറപ്പുവരുത്തും. വ്യാപാരം മെച്ചപ്പെടുവാനുള്ള എല്ലാവിധ പദ്ധതികളും ആസൂത്രണം ചെയ്യും. മാതാവിൻ്റെ ആഗ്രഹം നടത്തി കൊടുക്കുവാനായി സാധിക്കും. അതുമൂലം ചെലവുകൾ വർദ്ധിക്കുമെങ്കിലും മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കും. ദുർഗാദേവിയുടെ അനുഗ്രഹത്താൽ എല്ലാം ഭംഗിയായി ചെയ്യുവാൻ സാധിക്കും. രാശിനാഥനായ ശ്രീകൃഷ്ണസ്വാമിയും ശ്രീരാമസ്വാമിയെയും പ്രാർത്ഥിക്കുന്നത് മൂലം ഹരേ രാമ ജപിക്കുന്നത് മൂലം എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ സാധിക്കും. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുണ്യക്ഷേത്ര സന്ദർശനം നടത്തുവാനുള്ള യോഗം കാണുന്നുണ്ട്. സന്താനങ്ങളുടെ കാര്യത്തിൽ സന്തോഷം അനുഭവിക്കാനുള്ള അവസരം വന്നു ചേരും. ചികിത്സകളിലൊക്കെ അല്പം ഫലം കണ്ടു തുടങ്ങും. ആത്മവിശ്വാസം വർദ്ധിക്കും. മാറ്റിവെച്ച കാര്യങ്ങൾ നടത്തുന്നതിനുള്ള യോഗം വന്നു ചേരുന്നതാണ്. വീട് പുതുക്കി പണിയാനുള്ള കാര്യങ്ങൾ ആലോചന ചെയ്യും. പുതിയ കോഴ്സുകൾ പഠിക്കാൻ ചേരും. ഭൂമി വിൽക്കാനും വാങ്ങാനും ഒക്കെയുള്ള തടസ്സങ്ങൾ അല്പസ്വല്പം മാറിക്കിട്ടും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. പ്രിയജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്ത് അവരിൽ ഒരു സന്തോഷം വരുത്തുവാനുള്ള, അതായത് ഇവർ കൊള്ളാം എന്ന് പറയിക്കുവാനുള്ളൊരവസരം നമ്മൾ ഉണ്ടാക്കുക. വിവാഹ തടസ്സങ്ങളൊക്കെ മാറും. പുതിയ ഉത്തരവാദിത്തങ്ങളിൽ ഏർപ്പെടും. രാശിനാഥയായ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതും ലക്ഷ്മി നാരായണമൂർത്തിയെ പ്രാർത്ഥിക്കുന്നതും ദേവി മഹാത്മ്യത്തിലെ 5ഉം 11ഉം അധ്യായം കൂടി വായിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പുരോഗതി ഉണ്ടാവും. മനസ്സമാധാനം വർദ്ധിക്കും. ഭൂസ്വത്ത് വിൽക്കുവാനായിട്ട് സാധിക്കും. മംഗളകാര്യങ്ങളിലൊക്കെ പങ്കെടുക്കും. വീട് പൊളിച്ചു പണിയുന്നതിനെ കുറിച്ച് ആലോചനയുണ്ടാകും. ദൂരദേശത്തുള്ളവരിൽ നിന്ന് സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. ദൂരയാത്രകൾ ചെയ്യേണ്ടതായി വരും. വ്യവഹാരങ്ങളിലൊക്കെ വിജയിക്കുവാനുള്ള സാധ്യത കാണുന്നു. ജോലിയിൽ സ്ഥലം മാറ്റം, ഇഷ്ടസ്ഥലത്തേക്ക് സ്ഥലം മാറ്റം, പ്രമോഷനോടുകൂടി ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാവും. എടുത്തുചാട്ടവും സാഹസികതയും ഒക്കെ നിയന്ത്രിച്ച് വളരെ അടുക്കും ചിട്ടയോടും കൂടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു നല്ല ദിവസം വന്നു ചേരുന്നതാണ്. രാശിനാഥനായ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുർഗാദേവിയെ പ്രാർത്ഥിക്കുകയും ദേവി മഹാത്മ്യത്തിലെ 5ഉം 11ഉം അധ്യായം പാരായണം ചെയ്യുന്നതും വളരെ ഗുണഫലം ചെയ്യുന്നതാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ രംഗത്ത് സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറി മികവ് നേടുവാൻ സാധിക്കും. പുതിയ സംരംഭങ്ങളിൽ പണം മുടക്കി വിജയസാധ്യത ഉറപ്പുവരുത്തുക. പുതിയ വീട്ടുപകരണങ്ങൾ വാങ്ങുവാനുള്ള സാധ്യതയുണ്ട്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും.
ഭാവിയിൽ ഗുണകരമാകുന്ന ചില സംരംഭങ്ങളൊക്കെ തുടങ്ങി വയ്ക്കും. വീട് പണിയുമായി ബന്ധപ്പെട്ട ആശങ്കകളൊക്കെ മാറിക്കിട്ടും. സന്താനങ്ങളുടെ കാര്യത്തിൽ സന്തോഷിക്കുവാനുള്ള അവസരം വന്നു ചേരും. സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശ്രേയസ് ഉണ്ടാകും. പ്രതീക്ഷിക്കാതെ നേട്ടങ്ങൾ വരുന്ന ദിവസമാണ്. എല്ലാം ഭംഗിയായി നടക്കുവാൻ രാശിനാഥയായ മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിക്കണം. ദുർഗാ സപ്തശതി പാരായണം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിച്ച സർക്കാർ സഹായങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ വരവിനേക്കാൾ ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട്. സുഹൃത്ത് ബന്ധങ്ങളൊക്കെ സുദൃഢമാകും. ഗ്രഹോപകരണങ്ങൾ സ്വന്തമാകും. മാനസിക സംഘർഷം വർദ്ധിക്കുവാനിടയുണ്ട്. കിട്ടാനുള്ള പണം തിരിച്ചു കിട്ടും. അതുപോലെ തന്നെ ജോലിയിൽ സ്ഥിരത ലഭിക്കും. ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ സഹായം ലഭ്യമാകും. വാടക വീടൊക്കെ ഒഴിഞ്ഞ് പുതിയ വീടുകളിലേക്ക് മാറാനുള്ള ഒരു സാഹചര്യം വന്നു ചേരും. ലോണുകളെയൊക്കെ ആശ്രയിക്കുമ്പോഴും വിജയ സാധ്യത പ്രതീക്ഷിക്കാം. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും. ഭാവിയിൽ ഗുണകരമാകുന്ന ചില സംരംഭങ്ങൾ തുടങ്ങി വയ്ക്കുവാനാവും. സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ രാശിനാഥയായ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തോടൊപ്പം ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ മാറ്റങ്ങൾ ഉണ്ടാവുന്ന കാലമാണ്. വലിയ വ്യവസായ പദ്ധതികൾ രൂപകൽപ്പന ചെയ്യും. പരീക്ഷകളിൽ വിജയിക്കും. വിവാഹം തീരുമാനിക്കും. പുതിയ തൊഴിൽ മേഖല തിരഞ്ഞെടുക്കും. വീട്ടിൽ ആഘോഷങ്ങളൊക്കെ ഉണ്ടാവും. അകൽച്ചയിലുള്ളവരെ ഏകോപിപ്പിക്കും. പൊതുവെ എല്ലാ കാര്യങ്ങളിലും വിജയിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ രാശിനാഥനായ ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിക്കുന്നത് കർമ്മരംഗത്ത് കൂടുതൽ സഹോദരങ്ങളുടെയൊക്കെ ഗുണമൊക്കെ ഉണ്ടാവുന്നതിനായി സഹോദര ഗുണം പ്രതീക്ഷിക്കുന്ന യുവാക്കളുടെ വിവാഹ കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടാകും. മേലധികാരികളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കും. മാതൃ സ്വത്ത് അധീനതയിലാവും. ഇതൊക്കെ ഈ പറഞ്ഞ രീതിയിൽ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുവാൻ ദുർഗാ സപ്തശതി പാരായണം ചെയ്യുന്നത് എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നതിന് അവസരം നൽകുന്നതാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ജോലി ലഭ്യമാകുന്നതാണ്. വാഹനങ്ങൾ ക്രയവിക്രയം ചെയ്യും. ശത്രു ശല്യത്തെയൊക്കെ അല്പസ്വല്പം നേരിടേണ്ടതായി വന്നേക്കാം. സുഹൃത്ത് ബന്ധങ്ങളൊക്കെ സുദൃഢമാവുന്ന കാലമാണ്. മാനസിക പ്രയാസങ്ങൾ അല്പസ്വല്പം മാറിക്കിട്ടും. പ്രമോഷൻ ലഭിക്കും. സുഹൃത്തുക്കളിൽ നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തിക നില മെച്ചപ്പെടും. ചെറിയ യാത്രകളൊക്കെ അനുകൂലമായി വരുന്നതാണ്. സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പൊതുവെ മാറ്റങ്ങൾ ഉണ്ടാവുന്ന കാലമാണ്. വലിയ വ്യവസായ പദ്ധതികളെ കുറിച്ച് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കും. പരീക്ഷകളിൽ വിജയിക്കുവാനുള്ള സാധ്യതയും തെളിഞ്ഞു വരുന്നു. ഒരു നല്ല ദിവസമായി തീരുവാൻ രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിക്കുന്നത്, ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത്, ഉമാമഹേശ്വര പൂജ ചെയ്യുന്നതൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ഉന്നതി പ്രതീക്ഷിക്കാം. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ അത്യാവശ്യമാണ്. രാഷ്ട്രീയ രംഗത്ത് പുരോഗതി ഉണ്ടാവും. പരസ്യങ്ങൾ മുഖേനയൊക്കെ വരുമാനം വന്നു ചേരുവാനുള്ള യോഗം കാണുന്നു. തറവാട്ടിലെ ക്ഷേത്രങ്ങളിലൊക്കെ കുടുംബപരദേവതയ്ക്ക് പൂജ ചെയ്യുവാനും പ്രാർത്ഥന നടത്തുവാനും ഒക്കെയുള്ള സമയം ആഗതമാകുന്നു. കൂട്ടുകച്ചവടത്തിൽ ഭിന്നത വന്നു ചേരും. എല്ലാവരുമായി ഒത്തുചേർന്ന് മനസ്സിന് സന്തോഷം നൽകും. വീട് നവീകരിക്കുവാൻ സാധിക്കും. ക്ഷേത്ര ദർശനം നടത്തും. കലാകാരന്മാർക്ക് അനുകൂല സമയം വന്നു ചേരും. ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, ശ്രീരാമസ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, ധർമ്മശാസ്താവിന് നീരാഞ്ജനം തെളിക്കുന്നത്, ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത്, ശിവക്ഷേത്രത്തിലെ പിൻവിളക്കിൽ എണ്ണ കൊടുക്കുന്നതൊക്കെ കഷ്ടതകൾ മാറി സൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്നതിന് സഹായകമാകും.
കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണ്. സാമ്പത്തിക നില ഭദ്രമാവും. ജോലിക്കാര്യത്തിനായി ദൂരയാത്രകൾ നടത്തും. അതിൽ വിജയസാധ്യത പ്രതീക്ഷിക്കാം. പിതൃസ്വത്തുക്കളൊക്കെ അധീനതയിൽ വന്നു ചേരുന്ന ദിവസമാണ്. ഏറെക്കാലമായുള്ള രോഗങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. ഏജൻസി ഏർപ്പാടുകളിൽ നിന്നൊക്കെ ധനം ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. കർമ്മരംഗം പുഷ്ടിപ്പെടും. പരീക്ഷകാദികളിലൊക്കെ വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഊഹക്കച്ചവടത്തിൽ നിന്നും ലാഭമൊക്കെ പ്രതീക്ഷിക്കാം. ജോലിയിൽ മാറ്റം ഉണ്ടാകും. അതുപോലെ സാമ്പത്തിക ഇടപാടുകളൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. ഭാഗ്യം പലതിലും തുണയ്ക്കും. സർക്കാർ സഹായങ്ങൾ ലഭിക്കും. കേസുകളൊക്കെ അനുകൂലമായി തീരുന്ന ദിവസമാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ രാശിനാഥനായ വിഷ്ണുമായ സ്വാമി, ചത്തൻ സ്വാമിമാര്, ധർമ്മശാസ്താവ്, ആഞ്ജനേയ സ്വാമി ഇവരുടെയൊക്കെ അനുഗ്രഹത്തോടൊപ്പം തന്നെ കുടുംബ പരദേവതയുടെയും ദുർഗാദേവിയുടെയും അനുഗ്രഹം ഉണ്ടാകുമ്പോൾ എല്ലാം മംഗളമായി തീരുന്നതാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സന്തോഷാനുഭവങ്ങൾ വർദ്ധിക്കുന്ന ദിവസമാണ്. വ്യാപാരികൾക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. വേണ്ടപ്പെട്ടവരുടെ നിർദ്ദേശങ്ങൾ ഗുണം ചെയ്യുന്ന ദിവസമാണ്. അന്യരിൽ നിന്നും സഹായങ്ങൾ ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് കാലം ഗുണകരമാകുന്നതാണ്. പുതിയ ജോലി ലഭിക്കും. വിദേശയാത്രയ്ക്കും യോഗം വന്നു ചേരുന്നു. എല്ലാ രംഗത്തും ഉത്സാഹവും സന്തോഷവും പ്രകടിപ്പിക്കുവാൻ സാധിക്കും. സാഹചര്യങ്ങൾ അതിനനുസരിച്ച് മാറ്റുവാൻ കഴിയും. വീട്ടിൽ ആഘോഷങ്ങളൊക്കെ ഉണ്ടാവും. തൊഴിൽ രംഗത്ത് മാറ്റങ്ങൾ വന്നു ചേരും. സാഹിത്യകാരന്മാർക്ക് അനുകൂല സമയമാണ്. സ്വയം തൊഴിലിൽ ഗുണം വർദ്ധിക്കും. സമയബന്ധിതമായി എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്തു തീർക്കുവാൻ രാശിനാഥനായ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്തോടൊപ്പം ഉമാമഹേശ്വരന്മാരുടെയും ദുർഗാദേവിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ. ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് സോമവാരവ്രതം എടുക്കുന്നവർക്കൊക്കെ അവരുടെ കാര്യപ്രാപ്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.